നമസ്കാരം. നിങ്ങൾക്കുള്ള ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ദ ഹെർമിറ്റ്, ദ ഹാങ്ഡ് മാൻ, 10 of swords, 7 of cups, 6 of wands, page of swords. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു ഐസൊലേഷൻ പീരീഡ് ആയിരിക്കും. നിങ്ങൾ കൂടുതലായിട്ടും മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന്, അതായത് അവർ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ സോളിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസിൽ നിങ്ങളുടേതായ ഒരു ലോകമുണ്ടാക്കി അതിൽ ജീവിക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് വരാനുണ്ടായ കാരണം നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ എനർജിയെ ഒന്ന് ഹോൾഡ് ചെയ്ത് കുറച്ചധികം സമയം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരുന്ന ഒരു സമയമാണ്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന, നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകാൻ കഴിയുന്ന ഒരു പീരീഡാണ്. ഈ ഒരു സമയത്തിനപ്പുറം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ളതും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. അത്ര ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ഇപ്പം റൈറ്റ് നൗ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള മെസ്സേജാണ്. കാരണം ചുറ്റുപാട് നിന്ന് നിങ്ങൾക്ക് ഒരു അതായത് പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയിൽ ചുറ്റും നിങ്ങൾക്ക് ഒത്തിരി വയലൻസും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഉറപ്പിച്ച് നിൽക്കുക. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ കൂടുതൽ വ്യക്തത കൊണ്ടുവരിക. നിങ്ങളുടെ പ്രവർത്തികളിൽ നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളുടെ സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് ഇപ്പോൾ തരുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് സക്സസ് ഇസ് ഓൺ ദ വേ എന്നുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് വളരെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വരുന്നത്. താങ്ക് യു.